മാർക്കസും മാർസിലിനോസും നിരന്തരമായ പീഡനങ്ങളേറ്റ് തീരുമാനമെടുത്തു ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് ജീവൻ രക്ഷിക്കാമെന്ന്. ഈ വാർത്ത കേട്ട സെബസ്ത്യാനോസ് അന്ന് രാത്രി ഈ തടവറയിൽ പോയി, സൈനാധിപനായതുകൊണ്ടും തടവറയിൽ പോയി ഈ മാർക്കസിനോടും മാർസിലിനോസിനോടും അവർക്ക് സുവിശേഷം പ്രഘോഷിച്ചു. നേരം വെളുക്കുമ്പോ മാർക്കസും മാർസിലിനോസും മാനസാന്തരപ്പെട്ടു. ജയിൽ സൂപ്രണ്ടായ നിക്കോസ്ട്രാറ്റസ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം രാത്രി മുഴുവനും ഈ ചുമരുകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് സെബസ്ത്യാനോസിന്റെ സംസാരം ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം സെബസ്ത്യാനോസിനെ നേരം വെളുക്കുമ്പോൾ പിടിച്ചു. നീ ഇന്നലെ രാത്രി മുഴുവനും നിന്റെ ദൈവത്തെ കുറിച്ച് പറഞ്ഞില്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ, നിന്റെ ദൈവം ശക്തനാണെങ്കിൽ എന്റെ ഭാര്യ ജനിച്ചപ്പോൾ മുതൽ ഊമയാണ്. നിന്റെ ദൈവത്തിന് ശക്തിയുണ്ടെങ്കിൽ എന്റെ ഭാര്യ സംസാര ശേഷിയുള്ളവളായി മാറട്ടെ. ഉടനെ സെബസ്ത്യാനോസ് പറഞ്ഞു, ചെന്ന് വീട്ടിൽ പോയി നോക്കുക, നിന്റെ ഭാര്യ ഇപ്പോൾ സംസാരിക്കുന്നുണ്ടായിരിക്കും. വീട്ടിൽ പോയി ജനിച്ചപ്പോൾ മുതൽ സംസാരിക്കാത്ത സ്ത്രീ അന്ന് മധുരമായി സംസാരിച്ചു, അത്ഭുതമായി. നിക്കോസ്ട്രാറ്റസ് ഉടനെ മാനസാന്തരപ്പെടുകയാണ്. സംസാരിക്കാത്ത എന്റെ ഭാര്യയെ സുഖപ്പെടുത്താൻ കഴിവുള്ളവ നിന്റെ ദൈവം അതിശക്തനാണ്.